ലൈഫ് മിഷൻ പദ്ധതിയിൽപ്പെട്ടവർക്ക് ഭൂമിയുടെ രജിസ്ട്രേഷൻ ആവശ്യമായ മുദ്രവില, രജിസ്ട്രേഷൻ ഫീസ് എന്നിവയിൽ ഇളവ് അനുവദിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. EPF പെൻഷൻ പരിധിയിൽ വരുന്ന കേരള ഫീഡ്സ് ലിമിറ്റഡിലെ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 58 വയസ്സിൽ നിന്ന് 60 വയസ്സാക്കി ഉയർത്താനും തീരുമാനമെടുത്തിട്ടുണ്ട്. മഹേഷ് ചന്ദ്രനോട് വിശദാംശങ്ങളുമായി. മഹേഷ്, ഏറെ ആളുകൾക്ക് ആശ്വാസകരമാകുന്ന തീരുമാനമാണ് മന്ത്രിസഭയിൽ എടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. എന്തെല്ലാമാണ് കൂടുതൽ വിശദാംശങ്ങൾ? സംഗീത, ലൈഫ് മിഷൻപ്പെട്ട ഗുണഭോക്താക്കൾക്ക് വീട് നിർമ്മിക്കുന്നതായി ദാനമായോ അതോ വിലയ്ക്ക് വാങ്ങിയോ ധനനിശ്ചയം മുഖേനയോ മറ്റേത് വിധേനയോ ലഭ്യമാകുന്ന ഭൂമിയുടെ രജിസ്ട്രേഷൻ ആവശ്യമായ മുദ്രവില, രജിസ്ട്രേഷൻ ഫീസ് എന്നിവയിൽ ഇളവ് അനുവദിക്കാനാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഭൂമി സ്വീകരിക്കുന്നയാൾ ലൈഫ് മിഷന്റെ ഗുണഭോക്താവാണെന്നും ഇത് ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന വീടാണെന്നും ജില്ലാ കളക്ടറോ കളക്ടർ അധികാരപ്പെടുന്ന തഹസിൽദാരോ സാക്ഷ്യത്വം നൽകി കഴിഞ്ഞാൽ ഇതിന്റെ ഗുണം ഇവർക്ക് ലഭിക്കും. ഈ ഉത്തരവ് തീയതി മുതൽ 2 വർഷ കാലയളവിലേക്കാണ് ഒഴിവാക്കി നൽകുക, ഈ ഇളവുകൾ നൽകുക. ആ നിലയിലേക്കുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ മന്ത്രിസഭ കൈക്കൊണ്ടിരിക്കുന്നത്. സംഗീത. ശരി മഹേഷ്.